എല്ലാവർക്കും നമസ്തേ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഫേസ്ബുക്കിലൊരു ശബ്ദരേഖ ഇട്ടിരുന്നു. അതായത് പന്തളത്ത് നടന്ന അയ്യപ്പ സംഗമത്തോടനുബന്ധിച്ചുള്ള ഒരു സെമിനാർ ഇല്ലേ, അതിൽ ഒഴിഞ്ഞ കസേരകളായിരുന്നു, അത് തീർത്തും പരാജയമായിരുന്നു എന്ന് കൈരളിയിലൊരു വാർത്ത വന്നിരുന്നു. അതിനെതിരായിട്ട് ആ കൈരളിയിലേക്ക് വിളിച്ചിട്ട് സംസാരിച്ച ശബ്ദരേഖ ഇട്ടിരുന്നു. അത് അദ്ദേഹം ചെയ്യാൻ കാരണം, അത് ഹാള് തിങ്ങി നിറഞ്ഞുള്ള ആളുണ്ടായിരുന്നു ആ ചർച്ചയിൽ, ആ സെമിനാറിൽ. അത് മറച്ചു വെച്ചുകൊണ്ട് ആ സെമിനാറിൽ പങ്കെടുത്തവർ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്തുള്ള ചിത്രമെടുത്താണ് കൈരളി വ്യാജ വാർത്ത കൊടുത്തത്. അത് തെറ്റായിരുന്നു എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയായിരുന്നു, നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ആ കൈരളിയിലേക്ക് വിളിച്ചതും. അത് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി അദ്ദേഹം വിളിച്ചിരുന്നു എന്ന് എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി ആ ശബ്ദരേഖ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ഇപ്പം എൻ്റെ ഈ സുഹൃത്തിനോട് എനിക്ക് ചോദിക്കാൻ ഉണ്ട്, അല്ലയോ സുഹൃത്തെ, താങ്കൾ ഈ ചെയ്യുന്നതെല്ലാം ആത്മാർത്ഥതയോടെയാണോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അത് മറ്റ് ഈ ഹിന്ദു സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സംരക്ഷകർ എന്ന്, അതിൻ്റെ കാവൽക്കാർ എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവർക്കൂടെയുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിന് കാരണം, എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് അദ്ദേഹം. ഒരു ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫറും എല്ലാമാണ്. ഒരു സ്റ്റുഡിയോ നടത്തിയിരുന്നു. ഞാനും ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. അടുത്ത കാലത്തായിട്ടാണ് ഇത് സീരിയസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതിനുശേഷം എൻ്റെ പല വീഡിയോസും 100 പേര് കാണുന്നവരുണ്ട്, കണ്ട വീഡിയോ ഉണ്ട്, 500 പേര് കണ്ട വീഡിയോ ഉണ്ട്, 1000 പേര് കണ്ട വീഡിയോ ഉണ്ട്, 10,000, 20,000 പേര് വരെ കണ്ട വീഡിയോകളും ഉണ്ട്. അങ്ങനെ ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഈ വന്ദനം ന്യൂസ് എന്ന് പറയുന്ന ഈ ചാനൽ. അപ്പോൾ എനിക്ക് അന്ന് അയ്യപ്പ സംഘം നടന്ന ദിവസം എനിക്ക് അതിനകത്തിൽ ഒന്ന് പങ്കെടുക്കാനോ അത് ചിത്രീകരിക്കാനോ ഉള്ള സാഹചര്യമല്ലാതിരുന്നത് കൊണ്ട് ഞാൻ കരുതിയിരുന്നു മറ്റാരെ കൊണ്ടെങ്കിലും അതിൻ്റെ ഒരല്പം വീഡിയോ എടുത്ത് എനിക്കതിൻ്റെ ഒരു വാർത്ത ചെയ്യണം എന്ന്. കാരണം എനിക്ക് ഇങ്ങനെ ഉള്ള എനിക്ക് പ്രേക്ഷകരുള്ളത് കൊണ്ട് അവരിൽ ഈ സംഭവം എത്തിക്കുക എന്നുള്ളത്, അതിൻ്റെ സതുദ്ദേശത്തോടു കൂടി ഈ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ടെമ്പിൾസ് ഓഫ് കേരള, ഫെസ്റ്റിവൽസ് ഓഫ് കേരള എന്നൊക്കെയുള്ള ഒരു ചാനൽ നടത്തുന്ന എറണാകുളത്തു നിന്നുള്ള എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് അദ്ദേഹത്തിന് നേരത്തെ തൊട്ടുള്ള പരിചയക്കാരന്. കാരണം ഞാൻ 10-15 വർഷം ജന്മഭൂമി റിപ്പോർട്ടറായിട്ട് പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം ഒരു പത്രത്തിൻ്റെ മാർക്കറ്റിങ്ങിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അങ്ങനെ ഞങ്ങൾ പഴയ പരിചയക്കാരുമാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എന്നോടുള്ള പരിചയത്തിൻ്റെ ഇതിൽ അദ്ദേഹത്തിന് എറണാകുളത്തു നിന്ന് വരാനുള്ള ബുദ്ധിമുട്ട് കാരണം ഈ പരിപാടിയുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒന്ന് എത്തിച്ച് അദ്ദേഹത്തിന് കൊടുക്കണേ എന്ന് എന്നോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇത് ചെയ്യുന്ന ആളാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ മേടിച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി ഈ സുഹൃത്തിന് കൊടുക്കുന്നതോടൊപ്പം തന്നെ എനിക്കും ഇതിനകത്തിൽ കുറച്ച് വീഡിയോ വെച്ച് വാർത്ത ചെയ്യാം എന്ന് കരുതിയിരുന്നു. ഈ ഒരു ചിന്തയോടുകൂടി ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. എൻ്റെ നല്ല സുഹൃത്താണ്. വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? അയ്യോ ചേട്ടാ, ഇത് ഒഫീഷ്യലായിട്ട് ഞാൻ ചെയ്യുകയാണ്, ഈ വീഡിയോസും ഇതുമില്ല. അതുകൊണ്ട് ചേട്ടൻ എനിക്ക് വീഡിയോസ് ഒന്നും തരാൻ കഴിയുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം തീർത്തും തരത്തില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. ഞാൻ അന്നേരം പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതിനെക്കുറിച്ച്, വീഡിയോയുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോയില്ല. എനിക്ക് വേറെ എൻ്റെ ഒരു സ്റ്റുഡിയോ നടത്തുന്ന ഒരു സുഹൃത്തിൻ്റെ അദ്ദേഹം ഇത് ചെയ്ത ഫോട്ടോ വെച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ച് വാർത്ത ചെയ്തു. അപ്പോൾ ഞാൻ ചിന്തിച്ചത്,
ഈ ഈ പറയുന്ന എൻ്റെ ഈ സുഹൃത്ത് ഇത് ഒഫീഷ്യലായിട്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചെയ്തത് എന്താണ്? അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ പേജിൽ, ഫേസ്ബുക്ക് പേജിൽ ഈ വീഡിയോസൊക്കെ അദ്ദേഹം അപ്ലോഡ് ചെയ്തു. അങ്ങനെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആത്മാർത്ഥതയോടാണ് ഈ ഹിന്ദു സംഘടനാ പ്രവർത്തനം അല്ലെ ഹിന്ദുക്കളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇത്രയും വിചാരിക്കാമായിരുന്നു. എന്തായാലും അയാൾ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നു, അല്ലെങ്കിൽ മറ്റേ എറണാകുളത്തുകാരൻ ഫെസ്റ്റിവൽസ് ഓഫ് കേരള അല്ലെ ടെമ്പിൾസ് ഓഫ് കേരള എന്ന് പറഞ്ഞ് നടത്തുന്നു. അത് ഈ ഹിന്ദുക്കളുടെ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ഉള്ള ഒരു വഴിയാണല്ലോ. ഞാൻ എടുക്കുന്ന വീഡിയോയുടെ കുറച്ച് ഭാഗം, അതിൽ ഒരു മിനിറ്റോ 2 മിനിറ്റോ അവർക്കൂടെ കൊടുത്ത് സഹായിക്കാം. അവർക്കും കുറച്ച് പ്രേക്ഷകർ കാണുമല്ലോ. ചിലപ്പോൾ 100 പേരായിരിക്കാം, 1000 ആയിരിക്കാം, 10,000 ആയിരിക്കാം, 100 100, 10 10, അത്രയും പേരെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് അറിയട്ടെ എന്ന് കരുതി ഈ കുറച്ച് വീഡിയോയുടെ ഭാഗങ്ങൾ കൊടുത്തേക്കാം എന്നുള്ള ആ ഒരു ചിന്തയില്ലാതെ അദ്ദേഹം ചെയ്തതെന്താണ്? അയ്യോ, ഞാൻ ഒഫീഷ്യലായിട്ട് ഇതിൻ്റെ ഇത് ചെയ്യുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം ഇത് നിഷേധിക്കുകയായിരുന്നു ചെയ്തത്. അദ്ദേഹം കരുതി എന്താണ്, ഞാൻ എടുക്കുന്നത് വേറെ ആരും അങ്ങനെ ഇത് ചെയ്ത് ഇത് ആളുകളിൽ എത്തിക്കണ്ട, ഇത് ഒന്നുകിൽ ഞാൻ മാത്രം മതി എന്നുള്ള ചിന്തയിലാണ് അദ്ദേഹം ഇതിന് സഹകരിക്കാതിരുന്നത്. വെറും ഇടുങ്ങിയ ചിന്താഗതി. അന്നേരം അദ്ദേഹം ചിന്തിക്കേണ്ടതായിരുന്നു, എൻ്റെ ഈ വീഡിയോ കാരണം 10 പേരിൽ കൂടുതൽ പേരിൽ ഈ സന്ദേശം എന്ത് ലക്ഷ്യത്തിലാണോ ഈ സംഗമവും സെമിനാറും നടത്തുന്നത്, 10എങ്കിൽ 10 അത്രയും പേരിലെങ്കിലും കൂടി എത്തട്ടെ എന്ന് ചിന്തിച്ചത് ഇത് ചെയ്യാതെ അദ്ദേഹം ഇത് നിഷേധിക്കുകയായിരുന്നു, നിഷേധാത്മക നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള ഒരാളിന് എന്ത് ആത്മാർത്ഥതയാണ് ഈ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുക? തീർച്ചയായിട്ടും അവരൊക്കെ അവരുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ, അവരുടെ സ്വാർത്ഥ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് ഈ ഹിന്ദു സംഘടനാ പ്രവർത്തനം അല്ലെ ഹിന്ദുക്കളുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ പൊതുവായി ഈ ഹിന്ദുവിൻ്റെ ഒരു വിഷയത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കണം, അല്ലെ അത് പരിഹരിക്കണം എന്നുള്ള ഒരു ചിന്തയും ഇല്ലാതാണ് ഇത്തരക്കാർ പ്രവർത്തിക്കുന്നത്. അത് ഹൈന്ദവ സംസ്കാരത്തിന് അല്ലെ ഇത്തരം സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് ഒട്ടും യോജിച്ചതല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഹിന്ദുവിന് എന്നും ദോഷം ഇതേപോലുള്ള ഈ ഹിന്ദുത്വത്തിൻ്റെ കുപ്പായം അണിഞ്ഞു നടക്കുന്ന കപട വേഷധാരികളാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം വന്നു കഴിയുമ്പോൾ അത് കൂടുതൽ ആളുകളിൽ എത്തിച്ച് അതിനെ കൂടുതൽ സ്വീകാര്യത ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, ഞാൻ 10-15 വർഷം ജന്മഭൂമി ലേഖകനായിട്ട് പ്രവർത്തിച്ചിരുന്നു. പൊതുവായിട്ട് എന്തെങ്കിലും ഒരു വാർത്തയോ അല്ലെങ്കിൽ ഒരു ചിത്രങ്ങളോ കിട്ടിയാൽ ഞങ്ങൾ പരസ്പരം മറ്റു മാധ്യമങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഹിന്ദുക്കളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, ഞാൻ ജന്മഭൂമി റിപ്പോർട്ടർ ആയതുകൊണ്ട് അത്തരം പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ മൊത്തം ഞാനായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അത് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്, എൻ്റെ കൂടെയുള്ള മറ്റ് പത്രപ്രവർത്തകർക്ക് ഞാനിത് എത്തിച്ചു കൊടുക്കുമായിരുന്നു. കാരണം മറ്റ് പത്രങ്ങളിൽ കൂടിയും ഇക്കാര്യങ്ങൾ ലോകത്തിന് മുന്നിൽ, കൂടുതൽ ജനങ്ങളുടെ മുന്നിൽ എത്തണം എന്നുള്ളൊരു ചിന്തയോടുകൂടിയായിരുന്നു ഞാനന്ന് എടുത്തുകൊണ്ടിരുന്ന ഫോട്ടോകളാകട്ടെ വാർത്തകളാകട്ടെ. ഈ പത്രത്തിലേക്ക് വീഡിയോ വേണ്ടാതിരുന്നിട്ട് കൂടി ചില യൂട്യൂബേഴ്സിനും അല്ലെങ്കിൽ ചില ചാനലുകൾക്കും വേണ്ടി ഞാൻ വീഡിയോ വരെ ചിത്രീകരിച്ച് ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. അതാണ് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ. അല്ലാതെ ഇത്തരം രീതിയിൽ സഹകരിക്കാതെ ഇടുങ്ങിയ ചിന്താഗതിയോടുകൂടി പ്രവർത്തിച്ചിട്ട് ഈ ഒരു കൈരളിയിൽ അങ്ങനെ വാർത്ത വന്നു, അതിൽ അങ്ങോട്ട് ഫോൺ ചെയ്ത് ചോദിച്ചിട്ട് അതിൻ്റെ ശബ്ദരേഖ എടുത്ത് ഫേസ്ബുക്കിലിട്ടിട്ട് ഞാൻ കണ്ടോ, ഞാനാണ് വലിയ ഹിന്ദു സംഘടനാ പ്രവർത്തകൻ, മറ്റുള്ള ഒരാൾ ചെയ്യാത്ത കാര്യം തന്നെ കണ്ടോ ഞാൻ ചെയ്തു എന്ന് കാണിച്ച് അവിടെ ആളാകാൻ ശ്രമിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഹിന്ദുക്കളുടെ ഒരു വിഷയം പൊതുവായിട്ട് ഉണ്ടായാൽ അത് പരമാവധി ആളുകളിൽ കൂടി കൂടുതൽ ആളുകളിൽ എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതും തയ്യാറാകാതെ ഇങ്ങനെ കുറേ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും
ഹിന്ദു സംസ്കാരത്തിനോ അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കോ ഒരിക്കലും ഒരു രീതിയിലും സഹായകരമാവുകയില്ല. അത് ഒരിക്കലും നമ്മൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യവുമാണ്. പോട്ടെ, അതെല്ലാം അവിടെ ഇരിക്കട്ടെ. അദ്ദേഹത്തിനല്ലെങ്കിൽ പറയായിരുന്നു, അദ്ദേഹം ഞാൻ തരാം, കുറച്ച് വീഡിയോ തരാം, എനിക്കതിന് ഇത്ര രൂപ തരണം എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ഞങ്ങൾ കൊടുക്കാൻ തയ്യാറായിരുന്നു. അദ്ദേഹം അത് ഉദ്ദേശിച്ചായിരിക്കും, ഞാൻ ശരി, ഇതിൻ്റെ വീഡിയോ കുറച്ച് തരാം, വേണം, അതിന് എത്ര രൂപ വേണമെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ തരാം എന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല. കാരണം അദ്ദേഹത്തിന് പൈസയുടെ ആവശ്യം കൊണ്ടാണ് ഇത് തരാതിരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചില്ല. കാരണം അത്രമാത്രം സൗഹൃദം ഞങ്ങൾ തമ്മിലുള്ളത് കൊണ്ട് അത് പറഞ്ഞില്ല. അതിനി അതുകൊണ്ടായിരിക്കാം അദ്ദേഹം തരാതിരുന്നത്. ഇതേപോലുള്ള ആൾക്കാർ പല ഭാഗത്ത് കാണും, ഹിന്ദു സംഘടനാ പ്രവർത്തകർ കാണും. അവരെല്ലാം ഒന്ന് സ്വയം ചിന്തിക്കുക, ആത്മപരിശോധന നടത്തുക. ഇത് ശരിയാണോ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. അഥവാ നിങ്ങൾക്ക് പൈസയുടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, പൈസയ്ക്ക് ഇതൊക്കെ ചെയ്യത്തുള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്നേരം നിങ്ങൾ പറയുക, ശരി, ഞാൻ തരാൻ തയ്യാറാണ്, ഇത്ര രൂപ എനിക്ക് തരണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ തരാൻ തയ്യാറാണ്. അത് പോലും തയ്യാറാകാതെ ഇങ്ങനെ കുറച്ച് ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടോ ഒന്നും ഹിന്ദു സംഘടനാ പ്രവർത്തനമാകത്തില്ല. അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു രീതിയിലും ഗുണകരമാവുകയില്ല എന്നുള്ള കാര്യം ഇങ്ങനെ ചിന്തിക്കുന്നവർ പ്രവർത്തിക്കുക. നിങ്ങൾ ആത്മപരിശോധന നടത്തുക. ആത്മപരിശോധന നടത്തുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി നിങ്ങൾ തിരുത്താൻ ശ്രമിക്കുക. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.